മഹത്വം, യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും, പ്രവചന പഠനം 242 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സക്രിയ പ്രവചനത്തിന് 2 ഭാഗത്തേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. സക്രിയ ഒരു 3-ാം ലോകമഹായുദ്ധത്തെ വിളിച്ചു പറയുന്നു. അത് നടക്കുന്ന സ്ഥലം വരെയും പറയുന്നുണ്ട്. ഹെർമഗദോൻ എന്ന യുദ്ധം. അത് വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യത്തിൽ ഹെർമഗദോൻ എന്ന സ്ഥലത്ത് കൂട്ടിച്ചേർക്കും. ആ സമയം ലോകത്തെ ഭരിക്കുന്നത് എതിർക്രിസ്തുവും അവന്റെ കൂട്ടരുമാണ്. കാരണം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അവന്റെ കരത്തിലെ ഏകദേശം സമാപന സമയത്തേക്ക് വന്നിരിക്കുന്ന കാലം. റഷ്യ എന്ന മഹാരാജ്യം ആ കാലയളവിൽ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരാഗ്രഹം ലോകത്തിന്റെ മധ്യസ്ഥാനമായിരിക്കുന്ന ഇസ്രായേലിനെ പിടിച്ചെടുക്കുക, അവന്റെ സാമ്രാജ്യം അവിടെ വയ്ക്കുക, ലോകത്തെ മുഴുവൻ അവൻ ഭരിക്കുക എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവനോടുകൂടി ഇടത് ജായ്മാനമുള്ളതായ സകല രാജ്യങ്ങളും പാകിസ്ഥാൻ വരെയും ചൈനയുണ്ടാകും, സൈബീരിയ ഉണ്ടാകും. അങ്ങനെ ഇടത് ജായ്മാനമുള്ളതായ സകല രാജ്യങ്ങളും അവനോട് ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് വരുന്നു. അടുത്ത കാലത്ത് ചൈന എന്ന ഒരു വലിയ റോഡ് പണിതുകൊണ്ടിരിക്കുന്നു. എവിടെ? അത് പാകിസ്ഥാൻ വഴി വരും. ഇറാൻ, ഇറാഖ് ആ പ്രദേശത്തോടെ വലിയൊരു റോഡ് വരികയാണ്. കാരണം യുദ്ധസാധനങ്ങളെ അതിവേഗത്തിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ്. ഇനി ലോകത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവവചന അടിസ്ഥാനത്തിലാകുന്നു എന്ന് ഓർത്തുകൊള്ളാം. ഇന്ന് ഇസ്രായേലിനെ സഹായിക്കുന്ന വൻ രാജ്യങ്ങൾ വളരെ ബഹുദൂരമായതിനാൽ അവർക്ക് എത്തിച്ചേരാൻ റോഡ് മാർഗം പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇവിടുന്നാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് വരത്തക്കുള്ള ക്രമീകരണമാണ്. എന്തിനു വേണ്ടി? ലോകത്തിലെ കോടീശ്വരന്മാർ പാർക്കുന്നതും അങ്ങനെയുള്ള രാജ്യമാണ് ഇസ്രായേൽ. അവരുടെ പണം മുഴുവൻ തട്ടിയെടുക്കുക എന്ന ഉദ്ദേശം. എന്നാൽ ഇതിനിടെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത വരെയും ഇസ്രായേലിനെ പരാജയപ്പെടുന്ന യുദ്ധം കൊണ്ട് പരാജയപ്പെടുത്തുവാൻ ഒരു രാജ്യത്തിന് കഴിയുകയില്ല. ഇസ്രായേൽ തോക്കുന്ന പദ്ധതിയില്ല. ഞാൻ അധികം വിവരിപ്പാനായിട്ടും താല്പര്യപ്പെടുന്നില്ല. ഇന്നത്തെ യുദ്ധങ്ങളും എവിടെ ഇസ്രായേൽ ആരെ യുദ്ധം ചെയ്യാനായിട്ട് പോകുന്നില്ല. അവരെ ആരെങ്കിലും യുദ്ധം ചെയ്താൽ അവരുടെ സ്ഥലം പിന്നെ കാണാത്ത നിലയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവർ വരുന്നതിന് ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാവുകടലിൽ മണൽ വരെയും യുദ്ധ ഉപകരണങ്ങൾക്ക് വേണ്ടിയുള്ളതായ വെടിമരുന്നുകളെ, ആറ്റം ബോംബുകളെ, ഇന്നത്തെ കാണുന്ന സകല ബോംബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന മരുന്നുകൾ ഈ മണലിനകത്തുണ്ട്. അത്ര വിലപിടിപ്പുള്ള മണലാണ്. അതിവർക്ക് മാത്രമേ ഉള്ളൂ. ഇത് കൈവശപ്പെടുത്തിയാൽ സകലവിധമായ മാരകമായ ആയുധങ്ങൾ ഉണ്ടാക്കി ജനത്തെ പേടിപ്പിച്ച് മുഴുവൻ ഭരണം അവരേറ്റെടുക്കാൻ വേണ്ടി. പക്ഷെ സ്വർഗം തീരുമാനിക്കേണ്ട ആരാ ഭരിക്കേണ്ടതെന്ന്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പറയുന്നത് 200 കോടി ബില്യൺ ഡോളർ വരുമാനം ഉള്ള വസ്തുക്കളാണ് അവിടെ ഉള്ളത്. ചെറിയ കാര്യമാണോ? ആർക്കാണ് മോഹമില്ലാത്തത്? എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾ ഓർപ്പിക്കുന്നു.
ഈ സമയം ദൈവസഭ ഭൂമിയിലില്ല. കർത്താവിന്റെ കാഹളം കേട്ട് ദൈവസഭ എടുക്കപ്പെട്ട് കഴിഞ്ഞു. 7 വർഷം മഹോദ്രവകാലമാണ്. എന്നാൽ ചില ദുരുപദേശകന്മാർ പഠിപ്പിക്കുന്നത് മഹോദ്രവത്തിലാണ് തന്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് മധ്യാകാശത്ത് വരുന്നത്. അയ്യോ, അതൊരിക്കലുമല്ല. അത് കുറച്ച് വ്യാജ ആളുകൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് പറയുന്നത് നാളും നാഴികയും അറിയുന്നില്ലെന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ, മഹോദ്രവകാലത്ത് നമ്മുടെ കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമെന്ന് പറയുമ്പോൾ നാളും നാഴികയും നന്നായിട്ട് അറിയാൻ സാധിക്കുമല്ലോ. ഈ വാക്യങ്ങളൊക്കെ ഒന്നുകൂടെ പറയുന്നത് പുത്രൻ പോലും അറിയുന്നില്ല. പുത്രൻ പോലും അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ പുത്രൻ അറിയുന്നില്ല എന്നല്ല, അത്ര പരമരഹസ്യമാണ് കർത്താവിന്റെ നാളെ വരവ് ഏത് വർഷമാണെന്ന്. അല്ല, പുത്രൻ അറിഞ്ഞു തന്നെയാണ്. ഇത് പല വലിയ പ്രവാചകന്മാർ ലോകത്തോട് പ്രവചിക്കുന്നുണ്ട്. 2025 കർത്താവ് വരുമെന്ന്, ചിലർ പ്രവചിച്ചു 2030 വരുമെന്ന്. അതെല്ലാം വ്യാജാത്മാക്കളുടെ പ്രവചനമാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തുകൊള്ളണം. ദൈവസഭ മധ്യാകാശത്തിലായിരിക്കുകയാണ്. ഇനി ആ സഭ ഭൂമിയിലേക്ക് വരണം. ആ വരുന്ന സമയത്തിന് മുമ്പേ ഉണ്ടാകുന്നതായ ഒരു മഹാപീഡയാണ് മഹോദ്രവകാലം. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കർത്താവിന്റെ കാഹളനാദം കേട്ട ശേഷം കൈവിടപ്പെട്ടു പോകുന്ന സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് അംഗങ്ങളായിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. നിങ്ങൾ കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങൾ പിന്നെ അന്തിക്രിസ്തുവിന്റെ അടിമകളായിട്ട് നെറ്റിമേലും വലതുകൈമേലും മുദ്ര മേടിച്ചുകൊണ്ട് സാധനം വാങ്ങിക്കാനും വിൽക്കാനും സാധിക്കുകയുള്ളൂ. സ്നേഹത്തോടെ പറയുന്നു, കൈവിടപ്പെട്ടു പോകരുത്. പോയാൽ രക്ഷയില്ല. കൈവിടപ്പെട്ടവരെ ചേർക്കുവാൻ യേശു വരുന്നില്ല. അവർക്ക് വേണ്ടി യേശു ഒന്നും ചെയ്യുന്നുമില്ല. സ്നേഹത്തോടെ പറയുന്നു. ദൈവസഭ പെന്തക്കോസ്തുകാരെ വിശുദ്ധിയും വേർപാടോടും കൂടെ ജീവിക്കുക. ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ സഭകളിൽ ധാരാളം പേര് കൈവിടപ്പെട്ടു പോയിട്ട് സാഹചര്യങ്ങൾ പോലെയാണ് കാണുന്നത്. ലോകം മയത്തിലേക്ക് ചിലരെ, എല്ലാവരുമല്ല, എന്നാൽ ഇതിന് നടുവിൽ വിശുദ്ധിയോട് പ്രമാണപ്രകാരം ജീവിക്കുന്ന വലിയൊരു കൂട്ടം ആളുകളുണ്ട്. അവരെ ചേർക്കുവാൻ കർത്താവ് വരും. അവരെ നമ്മുടെ ദൈവമായ കർത്താവുമായി ഒലിവുമലയിൽ കാലുകുത്തുന്ന ആ സമയത്താണ് ഒരു വലിയ മഹായുദ്ധം നടക്കാൻ പോകുന്നത്. അനവധി ആളുകൾ പറയുന്നത് അത് തന്നെയാണ് മൂന്നാം ലോക മഹായുദ്ധം. സകല യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ച്, സകല പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന അവസാനത്തെ യുദ്ധമായതിനാൽ ആ യുദ്ധത്തിന് പേര് മൂന്നാം ലോക മഹായുദ്ധം എന്നാണ് ലോകം അറിയണമെന്നുള്ള കാര്യങ്ങളെ ഓർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവ് വരാറായി. പോകുവാൻ ഒരുങ്ങുക. ഭാരതത്തിനുണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതിലും നിങ്ങൾ അംഗങ്ങളാകുവാൻ ദൈവനാമത്തെ ക്ഷണിച്ചുകൊള്ളുന്നു.